ശ്രീരാജിനോട് ചോദിക്കാം എന്താണ് ഇപ്പോൾ നിലവിലെ അടൂർ പ്രകാശിന്റെ സാഹചര്യമെന്ന്. ശ്രീരാജെ, ഈ അടൂർ പ്രകാശും കെ സുധാകരനും ഒക്കെ ഒരു പാക്കേജ് ആയിട്ടാണ് ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് എത്തിയത്. ഒടുവിൽ ഈ കേസിക്ക് ഇളവ് നൽകുമെന്ന് വാർത്തകൾ വന്നു. പക്ഷേ അതിലും ഇപ്പോൾ തീരുമാനം മാറിയിട്ടുണ്ട്. കോന്നിയുമായുള്ള അടുപ്പമൊക്കെ പറഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടൂർ പ്രകാശ്. പക്ഷേ ഇപ്പോൾ ആ പോസ്റ്റൊന്നും ഇല്ല. ഡോക്ടർ സതീഷ് കൊച്ചുപറമ്പിൽ എന്ന പേരിന് മാറ്റം വരും എന്ന് കരുതുന്നുണ്ടോ കോന്നിയിലുള്ളവർ? അടൂർ പ്രകാശ് ക്യാമ്പിന് നേരത്തെ പിന്നെ ജീവൻ വച്ചിരിക്കുന്നു എന്ന തരത്തിൽ വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? സേതു, വലിയ പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി കടന്നു പോകുന്നത്. അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കണമെന്ന ആഗ്രഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രകടിപ്പിച്ചിരുന്നു. കോന്നിയിൽ മത്സരിക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങളും UDF ക്യാമ്പുകളിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ വരുന്നതിന് മുൻപ് തന്നെ അത്തരത്തിലുള്ള വാർത്തകളും പ്രചരണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് അടൂർ പ്രകാശം അടക്കമുള്ള സീറ്റ് മോഹിച്ച ചില ആളുകളുടെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു തിരിച്ചടി ഉണ്ടായത്. പിന്നീട് പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും അടൂർ പ്രകാശ് തന്നെ കോന്നിയിൽ മത്സരിക്കും, അടൂർ പ്രകാശിന് മാത്രം ഇളവ് വരും എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തു. എന്നാൽ കെ സുധാകരൻ കൂടി സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതോടെയാണ് അടൂർ പ്രകാശിനും വലിയ തിരിച്ചടി ഉണ്ടായത്. ഒരു ഘട്ടം വരെ അടൂർ പ്രകാശിന് മാത്രം ഇളവ് കൊടുത്തുകൊണ്ട് കോന്നി മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നെങ്കിൽ പോലും കെ സുധാകരൻ സീറ്റ് വേണമെന്ന കടുംപിടുത്തം പിടിച്ചത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒടുക്കം കെ സുധാകരന് സീറ്റ് നൽകില്ല. രണ്ടുപേർക്കും കണ്ണൂരും കോന്നിയിലും MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തിയെങ്കിൽ പോലും സുധാകരന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ AK ആന്റണി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെടുകയും ഒരു ഘട്ടത്തിൽ കണ്ണൂർ സീറ്റ് സുധാകരൻ തന്നെ മത്സരിക്കുമെന്ന വാർത്തകൾ വന്നു. അതിന് തൊട്ട് മുൻപായിരുന്നു ഏകദേശം 24 മിനിറ്റ് മാത്രം ഫേസ്ബുക്ക് വാളിൽ പ്രത്യക്ഷപ്പെട്ട അടൂർ പ്രകാശിന്റെ പോസ്റ്റ് ഇട്ടത്. കോന്നിയുമായുള്ള തന്റെ ബന്ധം സൂചിപ്പിച്ചുകൊണ്ടും കോന്നിയിൽ നിന്നും ആറ്റിങ്ങലിലേക്ക് പോയി മത്സരിച്ചത് പാർട്ടി നിർദ്ദേശപ്രകാരമാണോ എന്നും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അല്പം വൈകാരികമായുള്ള അടൂർ പ്രകാശിന്റെ പോസ്റ്റ്. താനും ഇത്തരത്തിൽ കോന്നി മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെന്നും കോന്നിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കണമെന്ന് പാർട്ടി നേതൃത്വം തന്നെ അറിയിച്ചിരുന്നതായും കോന്നിയിൽ മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞിരുന്നതായും ആ പോസ്റ്റിൽ പരാമർശമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ആ പോസ്റ്റ് ഇടുന്നു ഏകദേശം അരമണിക്കൂറിൽ താഴെ മാത്രമായിരുന്നു ആ പോസ്റ്റ് അടൂർ പ്രകാശിന്റെ ഫേസ്ബുക്ക് വാളിൽ ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് സുധാകരൻ ഒരുപക്ഷെ സീറ്റ് നൽകിയേക്കുമെന്ന വാർത്ത വന്നത്. അതോടെ തന്നെ ഈ പോസ്റ്റ് അടൂർ പ്രകാശ് പിൻവലിക്കുകയായിരുന്നു. അടൂർ പ്രകാശ് അതിന് നൽകിയ വിശദീകരണം തന്റെ അണികളുടെ വികാരം വ്രണപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഇട്ട പോസ്റ്റായിരുന്നു. സതുദ്ദേശത്തോടു കൂടി ഇട്ട പോസ്റ്റ് ദുരുദ്ദേശത്തോടു കൂടി പ്രചരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പോസ്റ്റ് പിൻവലിച്ചത് എന്നാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്നാൽ കെ സുധാകരന് സീറ്റ് നൽകുകയാണെങ്കിൽ ആ ഇളവ് തനിക്കും ആവശ്യമാണ് എന്ന് ശ്രീരാജെ, ശരത്ലാൽ പറഞ്ഞ പോലെയാണെങ്കിൽ 6 മണിയോട് കൂടി തന്നെ പട്ടിക വരും. ഇപ്പം 5:30 മണി കഴിഞ്ഞു. അപ്പൊ അറിയാം കോന്നിയിൽ ആരാണ് ഇടം പിടിക്കുക എന്നുള്ളത്.